നമ്മൾ പേജുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മാർജിൻ്റെ പുറം ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചില ആർട്ട് വർക്കുകൾ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പ്ലേസ് ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പേജിൽ കോമൺ ആയിട്ട് കാണേണ്ട പേജ് നമ്പർ, ഫൂട്ടർ, ഹെഡർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ആർട്ട് വർക്കുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകളുടെയൊക്കെ താഴെ ഹൈഡായിട്ട് കിടക്കാറാണ് പതിവ്. ഇതിനുള്ളൊരു കാരണം നമ്മൾ ഇത്തരം കോമൺ എലമെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് പാരൻറ്റ് പേജിലാണ്. പാരൻറ്റ് പേജിൽ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നോർമൽ പേജിലോട്ട് വരുമ്പോൾ അത് ബേസിക്കലി ലോക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ലെയറുകളായിട്ടാണ് പ്ലേസ് ആവുക. അതുകൊണ്ടാണ് ഈ പേജ് നമ്പറൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ താഴെ ഹൈഡായിട്ട് കിടക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ പേജ് നമ്പർ പോലുള്ള കാര്യങ്ങൾ ഈ ആർട്ട് വർക്കുകളുടെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയൊക്കെ മുകളിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. വെൽക്കം ബാക്ക് ടു ഡിസൈൻ വിത്ത് ഇൻഡിസൈൻ, എ സീരീസ് വെയർ ഐ ഹെൽപ്പ് യു ഡിസൈൻ ബെറ്റർ ആൻഡ് മോർ ഇഫക്റ്റീവ് ലേഔട്ട്സ്. ഇൻഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പേജിൽ ഞാൻ ഇവിടെ ഒരു ഇമേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത് മാർജിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ മാർജിന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ട ഫൂട്ടർ, പേജ് നമ്പറൊക്കെ ഇതിന് താഴെ ഹൈഡായി പോയിട്ടുണ്ട്. ഇതിനെങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പേരൻറ്റ് പേജിൽ സെറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ നിലവിൽ ഇത് ലോക്കായിട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇതിനെ അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഫൂട്ടർ അല്ലെങ്കിൽ പേജ് നമ്പർ നിൽക്കുന്ന ഏരിയ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്നുണ്ട്. ഇപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടുണ്ട്. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അറേഞ്ച്, സെൻഡ് ബാക്ക്വേർഡ്. ഒന്നെങ്കിൽ ഈ ഒരു ഷോർട്ട് കീ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് ബാക്കിലോട്ട് പോയി. ഇപ്പോൾ നമുക്ക് വേണ്ട പോലെ തന്നെ ഇമേജിൻ്റെ മുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്.